അപ്പം ഞാനിന്ന് ശ്രീനഗറിൽ നിന്ന് സോനാമാർഗിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് സോനാമാർഗിലെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ സമയം രാവിലെ 7 മണി. ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ശ്രീനഗർ രാജ്ബാഗ് ഭാഗത്തു നിന്നുള്ള കാശ്മീരികളുടെ തേക്കാത്ത വീടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ റോട്ടിലത്തെ കാഴ്ചകളെ കുറച്ചിങ്ങനെ കാണാം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ ഏപ്രിൽ മാസത്തിലെ ശ്രീനഗറാണ്. ഏപ്രിൽ മാസത്തിലെ ശ്രീനഗർ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ കാണാം. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. കാരണം ഐസ് പോകാനുള്ളൊരു സമയമാണ് ഏപ്രിൽ മാസം. ഏപ്രിൽ ലാസ്റ്റോടെ ഐസ് തീരും. പിന്നെ ഇവിടുത്തെ സമ്മർ ഏകദേശം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ശ്രീനഗർ എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടുത്തെ രാജ്ബാഗ് ഭാഗമാണ് ഇപ്പോൾ ഈ ഭാഗം. ഇത് എനിക്ക് പോകാനുള്ള ബസ്സാണ്. ഞാനിന്ന് പോകുന്നത് ഇവിടുന്ന് സോനാമാർഗിലേക്കാണ്. അപ്പോൾ സോനാമാർഗിലേക്കാണ് നമ്മുടെ യാത്ര. ചെറുതായിട്ട് മഴ ചാറിൽ നിന്നിട്ടില്ല എപ്പോഴും. അപ്പോൾ ഞാൻ ബസ് കയറിക്കുന്നത്. നമ്മുടെ ബസ് ഡ്രൈവർമാരാണ്, ഒന്ന് കിടിയാണ്. അപ്പോൾ നമുക്ക് സോനാമാർഗിലേക്കുള്ള ശ്രീനഗറിൽ നിന്ന് ഉള്ള കാഴ്ചകൾ നമുക്ക് റോട്ടിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഇപ്പോൾ സമയം രാവിലെ 9 മണിയൊക്കെയാണ്. പക്ഷേ മഴൻ്റെ ഒരു മൂടലുള്ളതുകൊണ്ട് വെയിലും കാര്യങ്ങളൊന്നും തീരെ ഇല്ല. ഇവിടുത്തെ കടുക് തോട്ടങ്ങളാണ്. കടുക് തോട്ടങ്ങൾ പൂക്കുന്ന കാലമാണ് ഈ ഏപ്രിൽ മാസം. ഞാൻ മുമ്പും സോനാമാർഗിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. ഇത് നമ്മളുടെ ഏപ്രിൽ മാസത്തിലെ സോനാമാർഗ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാഴ്ച നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഈ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് സോനാമാർഗിലേക്ക്. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ല ഉണ്ട്. ആ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് ഈ സോനാമാർഗ് എന്ന് പറഞ്ഞത്. ഗന്ദർബാൽ ടൗണിൽ നിന്ന് ഏകദേശം 62 കിലോമീറ്റർ വടക്ക് കിഴക്കോട്ടാണ് ഈ സോനാമാർഗ് സ്ഥിതി ചെയ്യുന്നത്. സോനാമാർഗ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 2.25 കിലോമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ലേ ഐസ് മലകളൊക്കെ. സ്വർണ്ണപ്പുൽത്തകിട് എന്നാണ് ഈ സോനാമാർഗിനെ പറയുക. സ്വർണ്ണപ്പുൽമേട് എന്നൊക്കെ പറയും ഈ സോനാമാർഗിൻ്റെ അർത്ഥം. ഇത് വഴിയിൽ നമ്മളെ ഡ്രൈവറെ മോളെ കയറ്റിയതാണ്. അവള് ചെറിയ കുട്ടി, ആയിഷ എന്നുള്ള പേര്. ഈ സോനാമാർഗ് പുരാതന സിൽക്ക് റോഡിൽ ഒരു കവാടം എന്ന നിലയിൽ സോനാമാർഗിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. NH1 റോഡാണ് ഈ കാണുന്നത്. ഈ സോനാമാർഗ് റോഡ് NH1 ആണ്. ഇത് കാർഗിലേക്കുള്ള റോഡാണ്. ലേ ലഡാക്ക് ഒക്കെ ഇതിലൂടെയാണ്, ഈ റോഡിലൂടെയാണ് പോവുക. ഐസിൻ്റെ ടോപ്പ് സീസണിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഐസ് കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു പുതിയൊരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്താണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ആ ടണലിലൂടെ ഇപ്പോൾ നമ്മൾ പോകും. അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിലേ പോകുമ്പോൾ ഇതുണ്ടല്ലോ, ഇതൊക്കെ വാൾനട്ട് മരങ്ങളാണ്. ഈ ഒരുപാട് വാൾനട്ട് മരങ്ങളുള്ള സ്ഥലമാണ് ഈ സോനാമാർഗ് റോഡ്. അതുപോലെ നല്ല താഴ്വരവും നല്ല പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളുള്ളതും പിന്നെ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ സോനാമാർഗ് റോഡ്. സോനാമാർഗ് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ ഐസുള്ള സ്ഥലമാണ്. ശ്രീനഗറിൽ ഇല്ലാത്ത സമയത്തും ഇവിടെ ഐസ് ഉണ്ടാവും. അങ്ങ് ദൂരെ കണ്ടില്ല ഐസുകളൊക്കെ അതാ കാണുന്നു. അടുത്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സോനാമാർഗിലേക്കുള്ള ആ ടണലാണ് കാണാൻ പോകുന്നത്. ടണല് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് നീളത്തിലുള്ള റോഡുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇപ്പം നമ്മൾ വാഹനങ്ങൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡ് താഴെയാണ് പഴയ റോഡ് പോകുന്നത്. ഈ പഴയ റോഡ്
പിന്നെ ഐ സീസൺ ആയിക്കഴിഞ്ഞാൽ അടച്ചിടും. അങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോകാൻ ഈ ഒരു ഏരിയയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഐസ് നിറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഈ ടണൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിത് പത്രത്തിൽ കൂടി വായിച്ചു എന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ അടുത്താണ് ഉദ്ഘാടനം കഴിഞ്ഞത്. സെഡ്മോർ ടണൽ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം കഴിച്ച്. ഇവിടുന്ന് കാർഗിൽ കണ്ടില്ല 135 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ സോനാമാർഗിൽ വേനൽക്കാലത്ത് പൂക്കുന്ന ആൽപൈൻ പുൽമേടുകളും പിന്നെ ഇവിടെ മത്സ്യങ്ങളാൽ നിറഞ്ഞ നദികളും തടാകങ്ങളും ചേർന്ന് ജമ്മു കാശ്മീരിലെ ഒരു ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സോനാമാർഗ്. ഈ സോനാമാർഗിലൂടെ നമ്മളെ സിന്ധു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സോനാമാർഗിൽ സ്ഥിരമായൊരു ജനവാസ കേന്ദ്രമല്ല. കാരണം ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതവും കാരണം ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. അമർനാഥിലെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും സോനാമാർഗിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് നമ്മുടെ ഇവിടെ പഹൽഗാമെന്നും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ചന്ദനവാലി എന്ന് പറഞ്ഞ ആ ഭാഗത്ത് കൂടിയും പോകുന്നുണ്ട്. ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന ലേക്ക് പോകുന്ന വഴിയും കൂടിയാണിത്. ഇവിടെ റിവർ റാഫ്റ്റിംഗ് ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്ന സ്ഥലമുണ്ട് ഈ ഭാഗത്ത്. ഈ നമ്മുടെ സിന്ധു നദിയിലാണ് അതുള്ളത്. നമ്മുടെ കുളൂരൊക്കെ ഉള്ള അതേപോലത്തെ സംഭവം ഇവിടെയുണ്ട്. ഈ റിവർ റാഫ്റ്റിംഗ് ടൂർണമെൻറ്റിലേക്ക് വിദേശ ടീമുകളൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ നിന്നാണ് ടണൽ തുടങ്ങുന്നത്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അങ്ങനെ ടണലിൻ്റെ അടുത്ത് ഉണ്ടാകാറില്ല. പിന്നെ ഇത് ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സോനാമാർഗിലേക്ക് പോകുന്ന ഒരു പുതിയ ടണൽ തുറന്നിട്ടുണ്ട്. ആ ടണൽ തുറന്നവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഏരിയ വാഷ്റൂം പബ്ലിക്. ഇവിടെ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാവരും കേരളത്തിലാണ് വന്നിരിക്കുന്നത്. വെൽക്കം സോനാമാർഗ് ടണൽ. ഇത് നല്ലൊരു സൗകര്യമാണ്. പൊതുവെ ഈ വഴിയിൽ ബാത്റൂം വലിയ വിഷയമാണ്. പക്ഷേ ഈ ടണലിൻ്റെ പുറത്ത് ഈ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ്. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്. ഇവിടേക്ക് നിൽക്കാൽ പിന്നെ നിരോധിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക്. ഈ ടണൽ ഇപ്പോൾ പുതിയതായതുകൊണ്ട് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണാൻ റോഡ് ഒരു സ്കൂൾ കുട്ടികളുടെ ഒരു സംഭവം അതാ കാണുന്നത്. കാശ്മീരി കുട്ടികളെ ടണൽ കാണാൻ ശ്രദ്ധിച്ചാണ് ഞാൻ .5 കിലോമീറ്റർ ആണ് ഈ ടണലുള്ളത്. ഇപ്പൊ ടണലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലപ്പം ഞാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വാഹനങ്ങൾക്കൊള്ളും പോകാൻ പറ്റുക, നടക്കാൻ പറ്റൂല. പോലീസുകാരനാണ് ഫ്രം കേരള. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂൾ കുട്ടികളെ ടണൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വാട്ട് ഈസ് ദിസ് നെയിം? ടണൽ നെയിം Zarmorha. Take. ഞാനിപ്പോൾ ഉള്ളത് സോനാമാർഗിലെ പുതിയൊരു ടണൽ തുറന്നിട്ടുണ്ട്. 6.5 കിലോമീറ്ററിലുള്ള അവിടെ ഉള്ളത്. ഇതാണ് ആ കാണുന്ന ടണൽ. അപ്പൊ ഇതിന്റെ അകത്തുകൂടി നമ്മൾ വണ്ടിയിൽ പോകും. ഇത് റോഡ് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് കാലത്ത് ഇവിടെ റോഡ് ബ്ലോക്ക് ഒഴിവായി കിട്ടും ഈ ടണൽ ഉള്ളതുകൊണ്ട്. ഡിസ്റ്റൻസ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് കാലത്ത് ഇവിടെ റോഡ് ഐസ് കാലത്ത് റോഡ് ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് പോകാനുള്ള സൗകര്യത്തിനുണ്ട്. ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞാൽ വർക്ക് തുടങ്ങിയിട്ട് കുറെ കാലമായിരിക്കും.
ഇതാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. ഇതാണ് നമ്മുടെ ബസ് കാശ്മീരിലെ. എൻ്റെ ക്യാമറ ഞാൻ പോലീസുകാരനെ കൊണ്ടാണ് പിടിപ്പിച്ചിട്ട്. ഞാൻ പൊതുവെ അങ്ങനെ തന്നെ പോലീസുകാരെ കൊണ്ടും പട്ടാളക്കാരെ കൊണ്ടൊക്കെ തന്നെ എൻ്റെ ക്യാമറ പിടിപ്പിക്കാറുള്ളത്. ഈ ഒരു വലതു ഭാഗം കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഭാഗത്ത് ടൂറിസ്റ്റേഴ്സിന് നിൽക്കാൻ അനുമതിയില്ല. കാരണം അവിടെ നല്ല അടിപൊളി സീനാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ. അപ്പോൾ അപകടം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകലും നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ വിളിച്ചു പറയും അവിടെ നിൽക്കരുത് അവിടെ നിൽക്കരുത് എന്നുള്ളത്. നല്ല അടിപൊളി കാഴ്ചയാണ് ആ ഒരു ഭാഗത്ത് കൂടി ഉള്ളത്. ഈ ടണലിൻ്റെ ജസ്റ്റ് മുമ്പ് ഈ ടൂറിസ്റ്റേഴ്സിന് പിന്നെ കാണാൻ പറ്റുന്ന സൗകര്യവും ബാത്റൂമും കാര്യങ്ങളും. അപ്പോൾ നമ്മളെ ബസ് പുറപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ടണലിൽ കയറാൻ പോവുകയാണ്. ഇനി 6.5 കിലോമീറ്റർ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതാണ്. മറ്റേ ജമ്മു ശ്രീനഗർ റോഡിലൊരു ടണലുണ്ട്, അത് ചെനാനി ടണൽ. അത് 9.2 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇത് 6.5 കിലോമീറ്റർ. മറ്റേതാണ് ഏറ്റവും വലിയ ടണലുള്ളത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുഖർജി എന്ന അതിൻ്റെ പേര്. ഇപ്പം ഇത് സോനാമാർഗ് ടണൽ എന്നുള്ള പേരുണ്ട്, സെഡ്മോർ ടണൽ എന്നും ഇതിൻ്റെ പേരാണ്. ടണലിലേക്ക് കയറിയാൽ പിന്നെ ഒരേ കാഴ്ച തന്നെയാണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ കുറച്ച് സ്പേസ് കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ടണലിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. പുറത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ നേരിട്ടിട്ട് ഇപ്പം നമ്മൾ സോനാമാർഗിൻ്റെ ആ പ്രകൃതി ഭംഗി കാണുന്നുണ്ടല്ലേ, ഐസും കാര്യങ്ങളൊക്കെ. ഇത് ഉള്ളതുകൊണ്ട് ഒരുപാട് കിലോമീറ്ററും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ സോനാമാർഗിലെ ഈ ഏപ്രിൽ മാസത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ടണലിൽ നിന്നും ഫുൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി വണ്ടി എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ പുറത്തിറങ്ങണം. നമ്മുടെ ഡ്രൈവർക്ക് അറിയാം, അദ്ദേഹത്തിനോട് നമ്മുടെ സ്ഥിരം പരിചയമുള്ളൊരു ഡ്രൈവർ തന്നെയാണ് പുള്ളിക്കാരന്. അങ്ങനെ നമ്മുടെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ പുറത്തെ കാഴ്ചകളും ഐസിലെ കളികളൊക്കെ കണ്ടിട്ട് ഇത് കഴിഞ്ഞ് തിരിച്ചിഞ്ഞ് സോനാമാർഗിൽ നിന്ന് മടങ്ങാം. സോനാമാർഗിൽ വന്നാൽ എന്താണ് കാണാനുള്ളതായിരിക്കും പലർക്കും സംശയം ഉണ്ടാവും. ഇങ്ങനെ ഈ ഐസുകൾ ഉണ്ടാവും, അപ്പോൾ ഐസൊക്കെ കുറവാണ്. ഈ ഐസിലൂടെ അങ്ങനെ നടക്കുക. പിന്നെ ഇവിടെ തേജുവാസ് എന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ആണെങ്കിൽ കുതിരസവാരി നടത്താം. ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന ഏരിയകളുണ്ട്. പിന്നെ നല്ല പ്രകൃതി രമണീയ ഭാഗങ്ങളുണ്ട്. പിന്നെ ഒരു 0 പോയിൻ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്, അതിവിടെ ഐസില്ലാത്ത സമയത്ത് പോകുകയാണ് നല്ലത്. ഇതുണ്ട് ഇതേപോലെ ഐസിലങ്ങനെ കുതിര. ഇതിന് 500 രൂപയുടെ ഒരു ചാർജ് സാധാരണ മേടിക്കുന്നത്. അങ്ങനത്തെ പലവിധ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഐസിൽ ഇറങ്ങാനുള്ള ഒരു ബൂട്ട് നമ്മൾ വാടകയ്ക്ക് എടുക്കണം. അത് ഞങ്ങൾ വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ബൂട്ട് വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം അങ്ങോട്ട് കയറുന്ന അവിടെ തന്നെ നമുക്ക് ബൂട്ട് കിട്ടും. ഇനി കുറച്ച് അപ്പുറത്ത് വേണമെങ്കിൽ അങ്ങനെ സംഘടിപ്പിക്കാം, നമുക്ക് വരുന്ന വഴിയിൽ നിന്നും മേടിക്കാം, ഇവിടെയും കിട്ടും ബൂട്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിക്കാം.
ഇന്ന് ബുധനാഴ്ച 9-ാം തീയതി ഏപ്രിൽ 9. ഞാനിപ്പോൾ ഉള്ളത് സോനാമാർഗിലാണ്. സോനാമാർഗിൽ ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട്. ഉച്ചക്ക് 1:40 ആയിരിക്കുന്നു ഇപ്പോൾ സമയം. കണ്ടില്ലേ, ഇതാണ് സോനാമാർഗ്. ഐസ് അവിടെ കണ്ടില്ല, മലകള്, അതിന്റെ മുകളിൽ അതാ മേഘം കിട്ടുന്നുണ്ട്. സോനാമാർഗിലെ മഴ പെയ്യാണ് ഇപ്പോൾ. മഴ സോനാമാർഗിലെ മഴയത്താണ്. വളരെ അപൂർവമാണ് ഇങ്ങനെ മഴ ഇവിടെ കിട്ടാറ്. बारिश का भी मौसम मजा ले ले। മഴ ചാറിയ സമയത്ത് എല്ലാവരും കൂടി ഈ കൂട്ടിൻ്റെ അകത്തേക്ക് വന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു സർക്കിളിലൊരു ഷെഡ് പോലത്തൊരു സംഭവമുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ചുറ്റുപാട് എല്ലാവരും നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഗാവ കച്ചവടക്കാരനുണ്ട്. ആ കൂട്ടത്തെ കൂടി നല്ല ചൂടുള്ള ഗാവയും വെക്കുന്നുണ്ട്. ഈ മഴൻ്റെ സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഐസ് പോകാനുള്ള അതാണ് ഈ ഒരു സമയം. അതാണ് ഇപ്പം മഴ പെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ കുതിരസവാരിക്കാരെ കാണാണ്ടില്ലേ? ഇവരൊക്കെ തേജ്വാസ് തന്നെ ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ കുതിരല്ല കോവർക്കതിൻ്റെ പുറത്ത് പോവും. അതിന് 1200 രൂപയാണ് ഒരു ചാർജ് വാങ്ങുന്നത്. ഇവിടെ പിന്നുള്ളത് ഈ ഐസിലിങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറ്റിയിരുന്നിട്ട് വലിക്കുന്ന സംഭവമുള്ളത്. അതിന് 500 രൂപയാണ് ഒരു ചാർജ് വാങ്ങാറ്. സോനാമാർഗിൽ ഭയങ്കര മഴയാണ്. ശ്രീനഗറിലെ കാശ്മീരിലെ സോനാമാർഗാണ്. ഐസ് ഉണ്ടല്ലേ ബാക്കിലൊക്കെ. ഇപ്പം സമയം 3:45. അത്യാവശ്യം മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ ഇനി ശ്രീനഗറിലേക്ക് പിടിക്കുകയാണ്. 81 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ പിടിക്കും അങ്ങോട്ടേക്ക് എത്താൻ. നമ്മുടെ നേരത്തെ വന്നിട്ടുള്ള ആ തുരങ്കമുണ്ടല്ലോ, ടണൽ, പുതിയ ടണൽ, അതിലൂടെ തന്നെയാണ് വീണ്ടും യാത്ര ചെയ്യുന്നത്. അതിലേക്കുള്ള വഴിയാണിത്. ഓറഞ്ച് കളറൊക്കെ കാണുന്നത് ഈ ടണലിലേക്ക് കടക്കാനുള്ള എൻട്രൻസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളറാണ്. ഇപ്പോൾ പുതിയ ആയതുകൊണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോനാമാർഗ് ടണൽ എന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നേരെ 6.5 കിലോമീറ്റർ അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ ഇനി പുറത്തെത്തും.
E é na 3 a minha. Eu pensava, eu pensava, eu essa gente eu sou Construir, hein? O que vocês vão fazer? Experience, when it's cutter, so when you throw your cutter water, so when you say bija gear, cada mais gear остаться, Não, já era das postas no isso. you know, Era, né? stress, Jumbo. а? Jumbo. Сырная готова жеп тұрады. Басын честно, Edgar. Daí o outro passo isso tudo bem, Да, сырная готова жеп тұрады. Цикавана, иначе жеп тұрады. അങ്ങനെ നമ്മുടെ വണ്ടി ടണലിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ സോനാമാർഗിൽ നിന്ന് ശ്രീനഗറിലേക്കാണ് ട്രാഫിക് കൂടുക. ശ്രീനഗറിൽ നിന്ന് സോനാമാർഗിലേക്ക് വണ്ടികൾ തീരെ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ്, ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നെ വണ്ടികളൊക്കെ കുറയും. ഇനി വല്ല മിലിറ്ററി വണ്ടികളൊക്കെ ലേ ലഡാക്ക് കാർഗിൽക്ക് പോകാനുള്ള വണ്ടികളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. മറ്റേ പ്രൈവറ്റ് വണ്ടികളും ടൂറിസ്റ്റ് വണ്ടികളും കംപ്ലീറ്റ് ഉച്ച വരെ ഉണ്ടാകുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് ശേഷം കംപ്ലീറ്റ് ഇനി ശ്രീനഗറിലേക്ക് മടക്കം ആണ് ഉണ്ടാകുക. അങ്ങനെയാണ്. ഈ സോനാമാർഗ് പൊതുവെ ആൾ താമസമില്ലാത്തൊരു ഏരിയയാണ്. പോകുന്ന വഴിയിലുള്ള ഈ താഴ്വരയിലൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നുള്ളത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ വെള്ളം കണ്ടപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ് നിർത്തിയതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പരിസര കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ലോണം കുത്തിയൊലിച്ച് ഒഴുകുന്ന വെള്ളം കണ്ടില്ല, നല്ല അടിപൊളി വെള്ളമാണ്. അപ്പുറത്ത് പർവ്വതനിരകൾ, ഇപ്പുറത്ത് റോഡ്, ഇവിടെ വെള്ളം ഒഴുകുന്നതും. കാശ്മീരിലെ സിന്ധു നദീൻ്റെ തീരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അതികഠിന തണുപ്പ് എന്ന് പറഞ്ഞാൽ അതികഠിന തണുപ്പാണുള്ളത്. ഈ ഒരു നദിയിലാണ് മറ്റേ റിവർ റാഫ്റ്റിംഗ് ഞാൻ പറഞ്ഞുള്ളത്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് റിവർ റാഫ്റ്റിംഗ് ഉള്ള സ്ഥലം. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ ആടുകളുണ്ട്, ചെമ്മരിയാടുകളും കൊണ്ട് ആട്ടിടയൻ ഇങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം ഈ ആടിന് മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ, പച്ച വെള്ള എന്നൊക്കെ പറഞ്ഞ ഓരോ കളറ്. ഇവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇനി ഇവരങ്ങനെ സഞ്ചരിക്കും. നീളമല്ലാണ്ട് അങ്ങനെ ഒരറ്റല്ലാണ്ട് സഞ്ചാരമാണിത്. അപ്പോൾ ഞങ്ങളിനി ബസ്സിൽ കയറുന്നുണ്ട് ശ്രീനഗറിലേക്ക്. അച്ഛൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.